അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയമുള്ള സഹപ്രവർത്തകരെ, മനസ്സിനെ വേദനിപ്പിക്കുന്ന വലിയൊരു ദുഃഖവാർത്തയാണ് എല്ലാവരെയും അറിയിക്കുന്നത്. SMIയുടെ ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് മെമ്പർ എല്ലാ സ്ഥാനമാനങ്ങളും അലങ്കരിച്ച് നമ്മുടെ ഇടയിൽ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട ശിഹാബ് സഖാഫി ഇടമുറുക് ഇന്ന് കുണ്ടന്നൂരടുത്ത് വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെട്ട വിവരമാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട് എന്ന രൂപത്തിലാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും ഇതേവരെ അറിവായിട്ടില്ല. ഏതാണെങ്കിലും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത, മനസ്സിൽ നിന്ന് വേദന തുടച്ചുമാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രിയ സുഹൃത്തിൻ്റെ മഗ്ഫിറത്തിന്, മർഹമത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. മറ്റ് അനുബന്ധ കാര്യങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അറിയിക്കാം. ഏതാണെങ്കിലും അള്ളാഹു പ്രിയപ്പെട്ട ശിഹാബ് സഖാഫിക്ക് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഭാര്യ മക്കൾക്കും കുടുംബത്തിനും ക്ഷമ, സമാധാനം റബ്ബെ നീ നൽകണേ റഹ്മാനെ. അദ്ദേഹം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഓടിത്തീർത്ത ധാരാളം സൽക്കർമ്മങ്ങൾ അതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. വല്ല ന്യൂനതകളുമുണ്ടെങ്കിൽ മാപ്പാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ വിശാലമായ വിവരം പിന്നീട് അറിയിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അയൽവക്കക്കാരനും കൂടിയാണ് ബഹുമാനപ്പെട്ട ശിഹാബ് സഖാഫി ഉസ്താദ്. സംഘടനയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് സജീവമായി ഓടിവരുന്നു. AP ഉസ്താദിൻ്റെ ഖാദിമായിട്ട് എപ്പോഴും ഇടമുറുകെ എന്ന് വിളിച്ച് ഉസ്താദ് അഭിസംബോധന ചെയ്യുന്ന സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി സ്ഥിരമായിട്ട് അസുഖബാധിതനാണ്. ഇപ്പോഴും അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അടുത്ത് വരെ ദീർഘനാളുകളായിട്ട് ചികിത്സയിലായി ഹോസ്പിറ്റലൈസ് ആയിരുന്നു. കുറേയധികം കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എന്നും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി സംഘടനാ രംഗത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വിടയാണ്, അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് അറിഞ്ഞത്. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. വളരെ ഒരു വയസ്സായ ഉമ്മയും ഉപ്പയും മാത്രമാണുള്ളത്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ കുടുംബത്തിന് എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹു അവർക്കൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ ദുആയിൽ അദ്ദേഹത്തെ ഉണ്ടാകണം. ആ കുടുംബത്തിന് സമാധാനത്തിന് ഒരു വഴി തുറക്കാൻ, മനസ്സിന് സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.